രക്ഷകർത്താക്കളെ കൂടി കാണണമെന്ന് ജഡ്ജി തന്നെ പറയുന്നു. പ്രതി മാത്രം കണ്ടാൽ പോരാ, രക്ഷകർത്താക്കൾ കൂടി കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഈ വിധി പ്രസ്താവം നടത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ നടത്തി. അപ്പോഴും ഒരു തരത്തിലുള്ള ഭാവ പകർച്ചയുമില്ലാതെ വിധി കേട്ടിരിക്കുകയെന്ന് പൊട്ടിക്കറിയായിരുന്നു അമ്മയും അച്ഛനും. അപ്പോഴും ഒരു തരത്തിലുള്ള ഭാവപകർച്ചയില്ലാതെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കോടതിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്കത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് നോക്കിയില്ല. ഞാൻ സ്ട്രെയിറ്റായിട്ട് കയറി ബഹുമാനപ്പെട്ട ജഡ്ജി അങ്ങോട്ട് ആ മുഖത്തോട്ടാണ് നോക്കിയിരുന്നത്. എൻ്റെ പ്രതി എന്ന് പറഞ്ഞാൽ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ഈ ഷാരോണിൻ്റെ യഥാർത്ഥത്തിൽ പിടിയിൽപ്പെട്ടി കൂട്ടി. ഹലോ ഗായ്സ്, ഇപ്പം ഗ്രീഷ്മയുടെ കേസ്, ഗ്രീഷ്മയുടെ വിധി ഇതൊക്കെയാണെന്നല്ലോ ട്രെൻഡിങ്ങിലുള്ളത്. അതിനുശേഷം ജസ്റ്റിസ് കമാൽ പാഷ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജസ്റ്റിസ് ആയിരുന്നു. റിട്ടയർഡായ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഷോക്കിംഗ് ആണ്. വിധിയൊക്കെ കേട്ട് അതിൽ സന്തോഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ജസ്റ്റിസ് കമാൽ പാഷയുടെ ബൈറ്റ് കണ്ട് ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാൻ അത് കേട്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടായി. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചു പേര് ഈ വിധിക്ക് ശേഷം സംസാരിക്കുന്നുണ്ട്, അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്ക് ഈ അന്വേഷണത്തിൽ നാലുവഴികളിൽ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഷാരോണിന്റെ അച്ഛനും അമ്മയും പ്രത്യേകിച്ചും അമ്മ പ്രതികരിക്കുന്ന വീഡിയോ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ വീഡിയോ കാണാം. ഞാനത് ഒരു ആ സെൻറ്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെൻ്റ് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റെയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ, അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല. 24 വയസ്സേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയത്. മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പോലീസിന്റെ റെസ്പോൺസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് പുള്ളി പറഞ്ഞ കാര്യത്തിനോട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ കാമുകനെ ചതിച്ച് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിനുശേഷം അയാളെ കൊല്ലുക എന്ന് പറയുന്നത്, അതും പല അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒന്നും സക്സസ് ആവാത്ത കാരണം അവസാനമായിട്ട് കഷായത്തിൽ കലക്കി കൊടുക്കുകയാണ്. അത് ഇഞ്ചിഞ്ചായിട്ട് വേദനിച്ചാണ് ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നത്. അത് സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങളോടൊട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇതിന് രക്ഷപ്പെടാൻ രീതിയിലായി ഇവന്റെ കയ്യിൽ ഇതിന്റെ പണമൊക്കെ ഇരിപ്പുണ്ട്. മൊത്തം ഇതിന്റെ ഇതൊക്കെ വിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച് ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം നിവർത്തിയില്ല. അതിന് വേറെ ഇതിന് അവനെ വേണ്ട, അങ്ങനെ പോയി അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പൊ തന്നെ നമ്മളൊന്ന് നോക്കിക്കോളും. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിന്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച പോലീസുകാര് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവന്റെ ഇന്ന് പോകാൻ ഒരു മാർഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം, വിഷം. അപ്പൊ ഇവൻ ചോദിച്ചു, അന്നേരം ഇനി ഇവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അപ്പൊ ഇതെന്തുവാ നീ കലക്കി വെച്ചേക്കൊന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കഷായം ഇത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എടുത്ത് ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് പുള്ളിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. പുള്ളി ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ ഭീഷ്മയുടെ വക്കീലായിട്ടാണ് പുള്ളി പറയുന്നതായിട്ടാണ് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും എനിക്ക് ഇതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. ഷാരോണിന്റെ അനിയൻ അല്ലെങ്കിൽ ഷാരോണിന്റെ കസിൻ ഇതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ആ റെസ്പോൺസ് നിങ്ങൾ കാണണം. അത് വായിക്കൂടെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നൊന്നുമല്ല, റെസ്പോൺസ് നമുക്കറിയില്ല. അത് മാത്രമല്ല, എന്താ പറയാ,
ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത്. എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. ശരി, ജസ്റ്റിസ് കെമാൽ പാഷ വൈകാരികമായ രീതിയിൽ തന്നെ അവർ എന്തായാലും പ്രതികരിക്കും. ജസ്റ്റിസ് കമാൽ പാഷയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഷാരന്റെ അനിയനെയാണ് അല്ലെങ്കിൽ കസിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ ആയിരിക്കും കേരളത്തിലെ സാധാരണ ജനങ്ങളൊക്കെ അവർക്കും ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഇനി നമുക്ക് ഷാരോന്റെ അമ്മ എന്താണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. ഈ വിധി ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ്. ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ അന്ന് മുതൽ എൻ്റെ മകനെ കാണാതായി ഇരിക്കാൻ എനിക്ക് പറ്റൂല. അന്ന് മുതൽ ഉരുക്കി പ്രാർത്ഥിച്ചത് എൻ്റെ മോനും നഷ്ടമായി എനിക്ക്. അപ്പോൾ അവക്കെങ്കിലും ഒരു നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ദിവസം ഒരുപാട് സമയം ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി. എൻ്റെ നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ആ ദൈവം നീതിമാനായ നമ്മുടെ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ആ നീതിമാനായ ജഡ്ജിക്ക് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നന്ദി, 1000 നന്ദി. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കും എത്രത്തോളം നഷ്ടമാണ് ആ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ പൊന്നുപോലെ വളർത്തിയ മോനെ പ്രേമച്ചതിയിൽ കുടുക്കി കൊല ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെതായ ഫീലിങ്സ് അവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രതികരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഈ വാക്കുകൾ കേട്ട കുടുംബത്തിന് എത്രത്തോളം അത് ഫീൽ ആയിട്ടുണ്ടാകുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നടത്തിയ ജസ്റ്റിസ് കാണിച്ച ഒരു നല്ല ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അവിടെ വീഴ്ത്തി അവരുടെ മുമ്പിൽ വെച്ചാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ്. അത് അവർക്ക് മനസ്സിൽ കനലെരിയുകയാണ്. 1-2 വർഷമായി അവര് ഈ വിധി കേൾക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നുള്ള വിശ്വാസം ജസ്റ്റിസ് ഉണ്ടായത് കാരണമാണ് പുള്ളി വിളിച്ചത്. അത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. കേസിന്റെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്താകട്ടെ അവിടെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു ഗ്രീഷ്മയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ തൂക്കുകയർ എന്നുള്ള വിധി കേട്ടിട്ട് പോലും ഗ്രീഷ്മയുടെ ഭാഗത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഒരു മനസ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഈ മനസ്സിനെ പറ്റിയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു കൊച്ചാണ് അത് എന്നുള്ള രീതി. അത് കേട്ടപ്പോൾ എനിക്കും വളരെ വിഷമമുണ്ടായി. പുള്ളി ചിലപ്പോൾ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. കോടതിയുടെ കാര്യങ്ങൾ പുള്ളിക്ക് കൂടുതൽ അറിയാവുന്നത് അത് വെച്ച് പറഞ്ഞിട്ടുണ്ടായതായിരിക്കാം. പക്ഷെ കേൾക്കുന്ന ആളുകൾ ഒരിക്കലും ഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. ഇനിയും വിധി വന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുപേര് അവരുടെ അന്വേഷണ സമയത്തെ കുറച്ച് കാര്യങ്ങൾ ഗ്രീഷ്മയെ പറ്റി പറയുന്നുണ്ട്. പ്ലസ് അവരുടെ വിധി വന്നതിലുള്ള അവരുടെ പ്രതികരണവും പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് കേട്ടു നോക്കാം. വളരെ ബുദ്ധിമുട്ടി. സൈബർ എവിഡൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ നേരിട്ട് ഒരു എവിഡൻസും ഇല്ലായിരുന്നു. പിന്നെ ആ ടീമിന്റെ ഒരു കഴിവ് തന്നെയാണ്. ഞങ്ങളെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഷാജഹാൻ സാറാണ്. സാർ ഇവിടെ ഉണ്ട്. സാറിനാണ് കൂടുതൽ അറിയാമെന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ വിധി നിർണ്ണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാര്യം 2022 തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ്. ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത്. അപ്പോൾ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു. കേസിലെ ഒന്നാം പ്രതി ഒരു വനിതയായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു, ഈ കോടതി മുറിയിലൊക്കെ കണ്ടു, കുറ്റബോധത്തിന്റെയോ വേദനയുടെയോ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം? അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പി ആയിരുന്നു. ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു, കുറ്റമേറ്റു, ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത്. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. നോട്ട് ദ പോയിന്റ് യുവർ ഓൺ. അവർക്ക് ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോച്ചെ പോലും കോടതിയിൽ മയങ്ങി. അതും ഇത്രയും വലിയ ഒരു കേസല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗ്രീഷ്മയെ പോലെ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് കേട്ടിട്ടും ആ ഒരു മനോധൈര്യം, അത് എന്തായാലും എനിക്കതിനെപ്പറ്റി ആ ഒരു മനസ്സിന്റെ അവസ്ഥയെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് എന്തായാലും സന്തോഷിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഇതൊക്കെയാണ് നടന്ന കാര്യങ്ങൾ. എന്തായാലും ഷാരോണിന് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ കേസിൽ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.